കേരളത്തിലെ പാർട്ടികളിൽ ഒരു പാർട്ടിക്ക് നമ്മുടെ മന്ത്രിവക ഒരു ബഹുമതി കിട്ടിയിട്ടുണ്ട്. കേരളത്തിലെ അപൂർവം ജനാധിപത്യ പാർട്ടികളിൽ ഒന്നാണ് NCP എന്ന് നാം എല്ലാം മനസ്സിലാക്കേണ്ടതുണ്ട്. NCPക്ക് NCPയുടെ മന്ത്രിവക തന്നെ ഒരു അവാർഡ്. എല്ലാ പാർട്ടികളിലും അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത പാർട്ടി NCP മാത്രമാണ്. അപ്പം നിങ്ങളെ മുന്നണിക്കാരൊക്കെ മോശക്കാരാണെന്നൊരു തോന്നലുണ്ടോ? ആ വിജയരാഘവൻ സഖാവൊന്നും കേൾക്കണ്ട കേട്ടോ. നിങ്ങൾ നിങ്ങൾ ചൂടാവണ്ട, മൂപ്പരൊരു ആഗ്രഹം പറഞ്ഞതല്ലേ. അല്ല, അപ്പൊ NCPയിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലേ? ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമല്ല. അല്ല, ഈ ഞങ്ങൾ ആരാണ്? നിങ്ങൾ ആരെയോ ഒന്ന് നോട്ടപ്പുള്ളിയാക്കിയ പോലെ. ഞാൻ എവിടെ ചെന്നാലും ഒരു നോട്ടപ്പുള്ളിയാണ്. ഇങ്ങളെയല്ല. അല്ല, ഈ NCPയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലാതെ പിന്നെ എന്താ ഉള്ളത്? വ്യത്യസ്ത അഭിപ്രായങ്ങൾ. എങ്ങനെ? ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമല്ല, വ്യത്യസ്ത അഭിപ്രായങ്ങൾ. അഭിപ്രായ വ്യത്യാസമല്ല, പക്ഷെ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവും. ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായോ? പക്ഷെ ഇങ്ങനെ ആർക്കും മനസ്സിലാവാത്ത അഭിപ്രായങ്ങൾ പറയുന്നോണ്ട് ഇവർക്ക് രണ്ടുപേർക്കും നല്ല പ്രശസ്തിയായി. ഇത്ര എനിക്ക് ഇത്രയൊന്നും പ്രസക്തി ഇല്ലായിരുന്നു, പക്ഷെ ഭയങ്കര പ്രസക്തിയായി കേരളത്തില്. അതെ, എല്ലാ ദിവസവും പത്രങ്ങളിൽ ഒരു 40 കോളം വെച്ച് എഴുതാൻ തുടങ്ങിയെന്ന്. കാരണം എവിടെ ചെന്നാലും പത്രക്കാർ ഓടി നടക്കുക. അപ്പൊ മിനിമം പത്രക്കാരുടെ ഒരു 40 കോളങ്ങളിൽ രാവിലെ കാണും. ചില ദിവസമൊക്കെ അതൊരു 400 വരെ പോകും. സത്യം പറയാലോ, ഒരു മാസം തട്ടി മുട്ടി ജീവിച്ചു പോണെങ്കിൽ തന്നെ ഒരു 1.5 കോടി രൂപ വേണം. ഇതും കൂടെ അങ്ങോട്ട് ആയപ്പോഴാണ് മന്ത്രി അവരുടെ തന്നെ പാർട്ടിക്ക് ഈ അവാർഡ് കൊടുത്തത്. ഒരു ജനാധിപത്യ പാർട്ടിയെ ആരോഗ്യത്തോടു കൂടി മുന്നേറാൻ സഹായിക്കുന്നത് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളും ചർച്ചകളും തീരുമാനങ്ങളുമാണ്. ആ വഴിയെ സഞ്ചരിക്കുന്ന കേരളത്തിലെ അപൂർവം ജനാധിപത്യ പാർട്ടികളിൽ ഒന്നാണ് NCP എന്ന് നാം എല്ലാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ പറഞ്ഞതൊക്കെ ആൾക്കാർ വിശ്വസിക്കുമല്ലോ അല്ലേ? വിശ്വാസമാണല്ലോ എല്ലാം. ഒരഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത ഇവരുടെ തർക്കം തീർക്കാൻ ഇടക്കിടക്ക് പവാർജിക്ക് ഇറങ്ങേണ്ടി വരാറുണ്ട്. ഈ തർക്കങ്ങളൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ വരുന്നതെന്നാണ് മനസ്സിലാവാത്തത്. രാഷ്ട്രീയ കാര്യങ്ങളിൽ ഞാൻ അങ്ങനെ ആയിരുന്നില്ല. അപ്പൊ പിന്നെ ഈ ഒറ്റ അഭിപ്രായം എന്ത് കാര്യത്തിലാ? ഭക്ഷണത്തിന്റെ കാര്യത്തിലാ? രാഷ്ട്രീയ കാര്യങ്ങളിൽ, നയപരമായ കാര്യങ്ങളിൽ എൻ്റേതായ രാഷ്ട്രീയ കാഴ്ചപ്പാട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞാൻ തുടരുന്നതാണ്. ഇപ്പൊ ഞാനായി, ഇതുവരെ ഞങ്ങളായിരുന്നു. ബഹുവചനം ചെറുതായിട്ടൊന്ന് ഒഴിവാക്കിക്കണം. ആ നയത്തിൽ മാറ്റം വരുത്താൻ ആരെങ്കിലും പറഞ്ഞാൽ എനിക്ക് തർക്കിക്കേണ്ടി വരും. അപ്പൊ ഞങ്ങൾ തമ്മിൽ ചെറിയൊരു തർക്കം ഉണ്ടാവും. ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനം നടപ്പിലാക്കണമെന്നുള്ളതാണ്. അതെന്താണ് നടപ്പിലാക്കാൻ പറ്റാത്ത പാർട്ടിയുടെ ആ തീരുമാനം? അപ്പോൾ അത് 2.5 വർഷം അദ്ദേഹം പറഞ്ഞിരുന്നതാണ്. ആ വിഷയം വീണ്ടും ചർച്ചയായിട്ട് വന്നു. ആ വിഷയം ഇടക്കിടക്ക് ഇങ്ങനെ ആരൊക്കെയോ ചർച്ചയാക്കും. ഒരു 2.5 കൊല്ലം മൂപ്പരെ മന്ത്രിയാക്കാന്ന് പറഞ്ഞിരുന്നു. ഇത്ര പാർട്ടിയുടെ ആദ്യത്തെ തീരുമാനം, പവാർജിയുടെ തീരുമാനം നടപ്പിലാക്കണമെന്നുള്ളതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. പക്ഷേ ഇത് നമ്മളെ മന്ത്രി കേൾക്കുന്നുണ്ടോ എന്നാണ് സംശയം. ഇത് സംബന്ധിച്ച് ബോംബെയിൽ ഞങ്ങളുടെ ദേശീയ അധ്യക്ഷൻ ശരത് പവാർ ഞങ്ങളുടെ യോഗം വിളിച്ചു കൂട്ടിയിരുന്നു. അല്ല, എന്നിട്ട് എങ്ങനെ നിങ്ങൾ മാറിക്കൊടുക്കണുണ്ടോ? മന്ത്രി മാറണോ ഇല്ലെന്നുള്ളത് പവാർജിയുടെ തീരുമാനമാണല്ലോ. പവാർജി എന്നിട്ട് എന്താ തീരുമാനിച്ചേ? അവിടെ വെച്ച് അദ്ദേഹം നിർദ്ദേശിച്ചത് ഈ വിഷയം തോമസിന് ഒരു അവസരം കൊടുക്കണമെന്നൊരു വിഷയം മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്ത് അദ്ദേഹത്തിന്റെ അഭിപ്രായം ആരാഞ്ഞതിന് ശേഷം അത് ശരത് പവാറിനെ അറിയിക്കണമെന്നാണ്. അറിയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അതിനകത്തൊരു തീരുമാനമെടുക്കും. മുഖ്യമന്ത്രിയായിട്ട് പിന്നെ ചർച്ച നടത്തിയോ എന്ത് പറഞ്ഞു എന്നൊന്നും ആർക്കും അറിയില്ല. പക്ഷെ മന്ത്രിക്കുപ്പായം തുന്നി റെഡിയാക്കിയിട്ട് ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് 2.5 വർഷം അദ്ദേഹം പറഞ്ഞിരുന്നതാണ്. ആ വിഷയം വീണ്ടും ചർച്ചയായിട്ട് വന്നു. അപ്പോൾ തോമസിനെ മന്ത്രിയാക്കാൻ വിലങ്ങ് നിൽക്കണവർ മാറിയിട്ട് തോമസ് മന്ത്രി ആവണത് കാണാൻ നമ്മൾ ഇനിയും കാത്തിരിക്കേണ്ടി വരും.